ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് വിശുദ്ധമായ ദുൽഹിജ്ജ മാസം. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് പ്രിയമുള്ളവരെ ഹജ്ജ് അല്ലേ. ഇന്ന് ആയിരങ്ങൾ ലക്ഷങ്ങൾ ഹജ്ജിലേക്ക് യാത്ര പോകാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ഭാഗ്യവാന്മാരാണവർ. അള്ളാഹു നമുക്കും ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ ഹജ്ജിന്റെ പരിപൂർണമായ രൂപത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഹജ്ജ് ചെയ്യാൻ അല്ലാഹു തആല നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, എന്താണ് ഹജ്ജ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. വഴിയാലും സമ്പത്തിനാലും എല്ലാം സൗകര്യമുള്ള ഒരാൾക്ക് അല്ലാഹുവിന്റെ വീട്ടിലേക്ക് കഅബയിലേക്ക് ചെന്ന് ഹജ്ജ് ചെയ്യൽ എല്ലാ മുഅ്മിനിന്റെ മേലിലും നിർബന്ധമാണ്. അവിടെ പ്രത്യേകം അല്ലാഹു തആല അടിവരയിട്ട് പറഞ്ഞത് മനിസ്തതാഅ ഇലൈഹി സബീല. വഴിയാൽ അവനിക്ക് എല്ലാ നിലക്കും കഴിവുള്ളവനാണെങ്കിൽ. എന്താ കഴിവ്? സാമ്പത്തികമായ ശേഷി, അതുപോലെ തന്നെ അദ്ദേഹത്തിന് യാത്ര ചെയ്ത് അമലുകൾ ചെയ്യാനുള്ള എല്ലാ നിലക്കുള്ള കഴിവ്, ആഫിയത്ത് അദ്ദേഹത്തിനുണ്ട്, പോകാനുള്ള സൗകര്യവുമുണ്ട്. എല്ലാ നിലക്കും അദ്ദേഹത്തിന് റാഹത്തായാൽ ഹജ്ജ് നിർബന്ധമാണ്. ഇതിനെ വിശദീകരിച്ച് പറയാനുള്ള സമയമില്ല. ഇന്ന് സൗകര്യമുള്ളവരില്ലേ എന്ന് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ നാടുകളിൽ ഏറെക്കുറെ ഹജ്ജിന് പോകാൻ അർഹതയുള്ളവരും അവകാശികളുമാണ്. നല്ലവണ്ണം സമ്പത്തുള്ളവരുണ്ട്, ആഫിയത്തുള്ളവരുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്. ഒന്നിനും കുറവില്ലല്ലോ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് പറയുമ്പോ അതിന് ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല, കഴിവുള്ളവനാകണ്ടേ ഉസ്താദ് എന്ന് ചോദിക്കാറുണ്ട് പലരും. ഇതുമായി ബന്ധപ്പെട്ട് വിശാലമായ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. ഒരാൾക്ക് അവന്റെ യൗവന സമയത്ത്, യുവത്വ സമയത്ത്, ഒരു 25 വയസ്സാകുമ്പോ ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ നിലക്കും കഴിവുണ്ട്, ഹജ്ജിന് പോയില്ല. ഒരു 40 വയസ്സാകുമ്പോഴാണ് അദ്ദേഹത്തിന് ആരോഗ്യം നഷ്ടപ്പെട്ടതെങ്കിലോ അവൻ ഹജ്ജ് ചെയ്യാത്തതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാണ്. നേരത്തെ അവനിക്ക് അതുമായി ബന്ധപ്പെട്ട് കഴിവുള്ളവനായി അവൻ. അപ്പൊ കഴിവുള്ളവനായാൽ പിന്നെ പിന്തിക്കാനില്ല, ഉടനെ തന്നെ ഹജ്ജിന് പോവുക. വലിയ പ്രാധാന്യമല്ലേ, ഒരു മനുഷ്യന്റെ നിർബന്ധമായ ഘടകമല്ലേ ഹജ്ജ്. ഏതുവരെ അവൻ മരിച്ച ഒരാൾ ഹജ്ജിന് പോകാതെ മരണപ്പെട്ടാൽ അനന്തരാവകാശികൾ അദ്ദേഹത്തിന്റെ സ്വത്ത് ഓഹരി വെക്കുന്നതിന് അദ്ദേഹത്തിന് ഫർളായ ഹജ്ജ് ജീവിതകാലത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജിന്റെ സമ്പത്ത് അദ്ദേഹത്തിന് മാറ്റിവെക്കണമെന്നല്ലേ. അദ്ദേഹത്തിന് സമ്മതമിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ, ഫർളായ ഹജ്ജ് ഹയാത്ത് കാലത്ത് ചെയ്യാതെ മരണപ്പെട്ടവനാണെങ്കിൽ, ഇഷ്ടം പോലെ സമ്പത്തുള്ളവനാണ്, അല്ലെങ്കിൽ ഹജ്ജിന് പോകാനുള്ള സമ്പത്തുണ്ട്, ആ സമ്പത്ത് ഓഹരി വെക്കുകയല്ല വേണ്ടത് മക്കൾക്ക്. അള്ളാഹുമായുള്ളൊരു കടമയാണത്, റബ്ബുമായുള്ളൊരു കടപ്പാടാണത്. ആ ഹജ്ജിനുള്ള സമ്പത്ത് അങ്ങ് മാറ്റിവെക്കണം. എന്നിട്ട് അതിന് ശേഷമാണ് അനന്തരാവകാശികൾക്ക് ഓഹരി വെക്കുക. ഇത്രയും പ്രാധാന്യമല്ലേ വിശുദ്ധമായ കഅബയിലേക്ക് അണയുക, വിശുദ്ധമായ ഹജ്ജിന് പോവുക എന്ന്. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ്. നമ്മൾ മരണപ്പെട്ട ചിന്തിക്കുന്നത് 3-നും 7-നും 40-നും അദ്ദേഹത്തിന്റെ സമ്പത്തുണ്ടല്ലോ, അതെല്ലാം കഴിയണ്ടേ? ആരാ പറഞ്ഞത്? അത് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടാണ് ചെയ്യേണ്ട. അദ്ദേഹത്തിന്റെ കൃത്യമായ നിർബന്ധമായ ബാധ്യതകൾ ബാക്കിയുണ്ടെങ്കിൽ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്.
മറ്റുള്ളതൊക്കെ കൂലിയുള്ള കാര്യമാ, കഴിയുമെങ്കിൽ ചെയ്യാം. പറഞ്ഞു വന്നത്, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ആവതുള്ളവനായാൽ ഹജ്ജ് വളരെ പ്രധാനമാണ്. അതിന്റെ പ്രാധാന്യവും ഗൗരവവും അറിയിക്കാൻ വേണ്ടി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസിലൂടെ അതിന്റെ ഗൗരവം പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോ ഇന്ന് നമ്മൾ എന്റെ ശബ്ദം കേൾക്കുന്നവർ ഹജ്ജിന് കഴിവില്ലാത്തവരാണെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് ആ ഒരു മനസ്സിൽ നിയ്യത്തുണ്ടാകണം. എത്ര കൊടുത്താലും തീരാത്ത പൊതു ഖജനാവിന്റെ ഉടമസ്ഥനായ റബ്ബിന് പണക്കാരനാക്കാനും സമ്പത്ത് തരാനും നിമിഷങ്ങൾ മതി. ഞാൻ വിചാരിക്കാതെ പെട്ടെന്ന് നമ്മളൊരു സമ്പന്നനായി ഹജ്ജിന് പോകാനുള്ള സമ്പത്ത് അല്ലാഹു തന്നാലോ, എന്നും മനസ്സിൽ അതിനുള്ള നിയ്യത്തും ദുആവും നമ്മളിൽ ഉണ്ടാവുക തന്നെ വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ആരെങ്കിലും ഒരാൾ ഹജ്ജ് ചെയ്തു, ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചത് മുതൽ, ഹജ്ജിന് ഇഹ്റാം കെട്ടിയത് മുതൽ, ഹജ്ജിന്റെ കർമ്മങ്ങൾ പരിപൂർണമായി പൂർത്തിയാകുന്നത് വരെ ഒരു മോശമായ ഒരു പ്രവൃത്തിയിലും ഏർപ്പെട്ടില്ല, മോശമായ ഒരു ചിന്തയും ഉണ്ടായില്ല. അഥവാ ആത്മാർത്ഥമായ ഇഖ്ലാസുള്ള ആത്മാർത്ഥമായ റബ്ബിനെ മനസ്സിനെ പൂർത്തിയായും റബ്ബിലേക്ക് തിരിച്ചുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ഇഖ്ലാസോടെ ചെയ്തവൻ, അത് അല്ലാഹു അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൊരു കുട്ടിയെ ഒരു ഉമ്മ പ്രസവിച്ചാൽ ആ കുട്ടിയുടെ മനസ്സ്, ആ കുട്ടി എങ്ങനെയാണ്? സംശുദ്ധനാണ്. ആ കുട്ടിയെ പോലെ അവനായി മാറും. കാരണം അവന്റെ എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ച ദിവസങ്ങളോളം ഇബാദത്തിൽ ലയിച്ചു പോയപ്പോ അവന്റെ മനസ്സും ശരീരവും ഇന്ന് പ്രസവിച്ച കുട്ടിയെ പോലെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരാൾ ഒരു ഉംറ ചെയ്ത് മറ്റൊരു ഉംറ ചെയ്യുന്നതിനിടയിൽ രണ്ടാമത് ഉംറ ചെയ്യുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു മാപ്പാക്കി കളഞ്ഞു. എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജ് ചെയ്തവനിക്കുള്ള പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നല്ല. എത്ര പ്രസക്തമായ, എത്ര പ്രാധാന്യം അറിയിക്കുന്ന വാക്കുകളാണ്. ഒരാള് സ്വീകാര്യോഗ്യമായ ഹജ്ജ് ചെയ്താൽ അവനിക്കുള്ള പ്രതിഫലം സ്വർഗമല്ലാതെ അല്ല. അത്രയും മഹത്വം ഇതിന് പറയാൻ കാരണമെന്താ? വളരെയേറെ പവിത്രതയുള്ള മഹത്വമുള്ള ഒരു അമലാണ് ഹജ്ജ് എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ മലക സാദൻ വറാഹിലതൻ തുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹി വലം യഹുജ്ജ. ഒരാൾക്ക് ഹജ്ജിന് പോകാനുള്ള എല്ലാ വ്യവസ്ഥയും ഉണ്ടായി, സമ്പത്തുണ്ടായി, അതിനുള്ള ആഫിയത്തുണ്ടായി, യാത്രാ സൗകര്യമുണ്ടായി. എന്നിട്ടും ഒരാൾ അള്ളാഹുവിന്റെ കഅബാലയത്തിലേക്ക് പോയില്ല, ഹജ്ജ് ചെയ്തില്ല. അള്ളാഹുവിന്റെ റസൂൽ ഗൗരവത്തോടെ പറഞ്ഞു, എന്താണത്? ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയ. അവൻ യഹൂദിയായോ നസ്രാനിയായോ അവൻ മരിക്കട്ടെ.
എത്ര ഗൗരവമാണത്. ഈ ഒരൊറ്റ ഹദീസ് പോരെ ഹജ്ജിന്റെ മഹത്വം തിരിച്ചറിയാൻ. ചിലയാളെ ധാരണ 4-5 മക്കളുണ്ടല്ലോ ഉസ്താദേ, അതിന്റെ ബാധ്യതയാണല്ലോ, അതെല്ലാം കെട്ടിച്ചു കൊടുത്ത ശേഷമല്ലേ, ഇപ്പൊ ചെറിയ വയസ്സല്ലേ എനിക്ക്, അതിനുശേഷം എന്തെല്ലാം എനിക്കിവിടെ ബാധ്യതയുണ്ട്. അതൊന്നും ഹജ്ജ് ചെയ്യുന്നവനിക്കൊരു ഉദുറല്ലാതെ അള്ളാഹുമായുള്ള നിന്റെ നേരെയുള്ള കടപ്പാട് വീട്ടണ്ടേ നമ്മൾ. അള്ളാഹുമായുള്ള നമ്മുടെ നേരിട്ടുള്ള ബന്ധമാണത്, നേരെയുള്ള കടമയാണത്. ആ കടപ്പാട് നിർബന്ധമായും വീട്ടാൻ ധൃതി കാണിക്കുന്നവരാകണം. അതിന് പ്രത്യേക തൗഫീക്ക് വേണം. പണത്തിന്റെ പളപ്പളപ്പിൽ വിരാജിക്കുന്നവരും സമ്പന്നതയിൽ ലയിച്ചുപോയവരും എത്രയോ പേർക്ക് അവർക്ക് ഹജ്ജ് ചെയ്യാൻ തൗഫീഖുണ്ടോ? അത് പ്രത്യേക തൗഫീഖും ദുആവും. ദുആ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹു അതിനൊരു തൗഫീഖ് തരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എത്ര പാവപ്പെട്ടവർ അറിയാതെ ഹജ്ജിന് പോകുന്നുണ്ട്. അവർ അതിനെ നേരത്തെ നിയ്യത്ത് ചെയ്ത് അതിനുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നപ്പോ അല്ലാഹു അതിനുള്ള വഴികൾ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുന്നു. അല്ലാഹു തആല നമുക്ക് സ്വീകാര്യ യോഗ്യമായ ഹജ്ജ് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെയോ ചില ആളുകൾക്ക് തോന്നും 4-5 ലക്ഷം രൂപ ചെലവഴിച്ച് ഹജ്ജിന് പോയ എന്റെ ഒരു പ്രധാനപ്പെട്ട സമ്പത്തല്ലേ കുറഞ്ഞു പോകുന്നത്. അതിനല്ല ഇനി ഉണ്ടല്ലോ സമയം. ഈ പറയുന്ന ആൾക്കറിയാം മരിക്കും എപ്പോഴാണെന്ന് അറിയില്ല. നിസ്കാരം പോലെ നോമ്പ് പോലെ ഒരു അസറോ ഒരു ളുഹറോ നിസ്കരിക്കാത്ത ഒരാളെ അസറിന്റെ സമയമാകാൻ അടുക്കുമ്പോ ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ ആ ളുഹർ നിസ്കരിച്ചില്ല എന്ന് എത്ര വിഷമം ഉണ്ടാവും. ഖളാകാനായല്ലോ ഇനി 5 മിനിറ്റല്ലേ ഉള്ളൂ. എത്ര വിഷമം ഉണ്ടാവും ഒരു മുഅ്മിനാണെങ്കിൽ. ഇതേ വിഷമം ഹജ്ജിന് പോകാൻ കഴിയാത്തതിലും വേണ്ടേ? കാരണം നിസ്കാരം പോലെ തന്നെയല്ലേ ഹജ്ജിനെയും അല്ലാഹു ഫർളാക്കി. അത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭമല്ലേ, അടിസ്ഥാന കാര്യമല്ലേ അത്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ. നിങ്ങൾ ഹജ്ജും ഉംറയും ഒന്നിന് പിറകെ ഒന്നിനെ തുടർത്തിക്കോളൂ. കഴിയുമെങ്കിൽ 1, 2, 3 ഹജ്ജും ഉംറയും ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോ. ഞാൻ 1 ചെയ്തല്ലോ അൽഹംദുലില്ലാ എന്ന് ചിന്തിക്കണ്ട, ഇഷ്ടം പോലെ ചെയ്തോ, തുടർത്തിക്കോ. എന്തേ? ഫഇന്നഹുമാ യംഫിയാനിൽ ഫഖറ വദ്ദുനൂബ. ഉംറയും ഹജ്ജും അതിന് ക്യാഷ് ചെലവഴിക്കുമ്പോ നിങ്ങൾക്ക് ഒന്നും കുറയാനില്ല. ഫഇന്നഹുമാ യംഫിയാനിൽ ഫഖറ വദ്ദുനൂബ. നിങ്ങൾക്ക് സമ്പത്ത് കുറയുകയല്ല, സമ്പത്ത് കൂടുകയാണ്. ദാരിദ്ര്യം ഇല്ലാതെയാകും. ദൈനംദിനം ചെയ്തു കൂട്ടുന്ന പാവക്കറകളൊക്കെ മാഞ്ഞു പോകും. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരുപാട് ഹദീസുകളിൽ ഹജ്ജിന്റെ മഹത്വം പറഞ്ഞതായി കാണാം. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, എന്താണ് ഹജ്ജിനുള്ള അടിസ്ഥാനം? എന്താണ് ഇത്രയും വലിയ മഹത്വം ഈ ഹജ്ജിന് കിട്ടാനും ഹജ്ജിന് വേണ്ടി വലിയ ആവേശത്തോടെ ജനങ്ങൾ ഒഴുകാനും എന്താണ് കാരണം? അതിന്റെ അടിസ്ഥാനം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയെ പുനർനിർമ്മിച്ചപ്പോ എപ്പോഴാണ് വിശുദ്ധമായ കഅബാലയം ഉണ്ടായത്? എന്താണ് കഅബാലയം? ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസി ലല്ലദീ ബിബക്ക. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് എന്ത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ബൈത്തുല്ലാ കഅബാലയം.
അത് എപ്പോഴാണ് നിർമ്മിച്ചത്? കൃത്യമായി അതിനൊരു തുടക്കം പറയാനില്ല. എന്തുകൊണ്ടാണ്? ഫത്തുൽ മുഈനിലൊക്കെ കാണാം, മനുഷ്യരുടെ ആദ്യ മനുഷ്യരുടെ പിതാവായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം തന്നെ 40 പ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് നടന്ന് ഹജ്ജിന് പോയിട്ടുണ്ട്. ഒന്നാമത്തെ മനുഷ്യൻ തന്നെ 40 പ്രാവശ്യം നടന്ന് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുണ്ട്. നടന്ന് ഹജ്ജിന് പോകുന്നവരെ നിസ്സാരപ്പെടുത്താനൊന്നുമില്ല. അത് വലിയ ശ്രേഷ്ഠത ഉള്ളത്, വലിയ നല്ല കാര്യം. അതൊരു മോശമായി ചിത്രീകരിക്കേണ്ടതൊന്നുമല്ല. പിന്നെ അതിന് ഭൗതികമായ വേറെ താല്പര്യങ്ങൾ കൂടിയപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ അത് മറ്റൊരു വശത്തേക്ക് നീങ്ങിയെന്ന് മാത്രം. ആദം നബി അലൈഹിസ്സലാം നടന്ന് ഹജ്ജിന് പോയി 40 പ്രാവശ്യം. അപ്പൊ ഒന്നാമത്തെ മനുഷ്യന്റെ കാലത്ത് തന്നെ അവിടെ കഅബാലയമുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കന്മാരും ആ കഅബാലയത്തിലേക്ക് എത്തിയവരാ. പിന്നെ എപ്പോഴാണ് കഅബ ഉണ്ടായത്? ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള ഒരുപാട് മലായികകൾ കഅബയെ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നും ഹദീസുകളിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ എന്നാണ് കഅബയെ നിർമ്മിച്ചത് എന്ന് കൃത്യമായി വിവരമില്ലെങ്കിലും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വലിയ തൂഫാനുണ്ടായി. ആ കഅബാലയം പൊളിഞ്ഞു അല്പം അതിന് തകർച്ച സംഭവിച്ചപ്പോ അതിനെ രണ്ടാമത് പുനർനിർമ്മിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, മകൻ സബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം. ഈ 2 പ്രവാചകന്മാരും ചേർന്ന്, വാപ്പയും മകനും ചേർന്നല്ലേ ആ കഅബാലയത്തെ നിർമ്മിക്കപ്പെട്ടത്. ആ കഅബാലയത്തെ നിർമ്മിക്കുമ്പോ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മുഫസ്സിരീങ്ങൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ആ കഅബാലയത്തെ പണിയാൻ ഒരു കല്ലിന്റെ മേലെ ചവിട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരു ഭാഗം അങ്ങ് പണിതപ്പോ വീണ്ടും മുകളിലേക്ക് പണിയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് കൊണ്ട് ആ കല്ല് മേൽപോട്ട് സ്വമേധയാ മേൽപോട്ട് വന്നു. എല്ലാ ഭാഗത്തും കെട്ടിടം പണിയെടുക്കാൻ ഈ കല്ല് സഹായിച്ചു. അത് തന്നെ വന്നിങ്ങനെ സഹായിച്ചു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ല് അതല്ലേ മഖാം ഇബ്രാഹിം. വിശുദ്ധ ഖുർആൻ അതിനെടുത്തു പറഞ്ഞു. തവാഫ് കഴിഞ്ഞാൽ അതിന്റെ നേരെ മുന്നിൽ, അതിന്നും കഅബയുടെ നേരെ മുന്നിൽ സ്ഥിതി ചെയ്യപ്പെടുന്നുണ്ട് ആ മഖാം ഇബ്രാഹിം. അതിന്റെ നേരെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അങ്ങനെ കഅബാലയത്തിന്റെ പണി പൂർത്തിയായപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 2 കരങ്ങളും ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്തില്ലേ? റബ്ബനാ തഖബ്ബൽ മിന്നാ. ആ ദുആ ഖുർആൻ എടുത്തു പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു അമൽ ചെയ്താലും സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള ദുആ അനിവാര്യമാണ്. അമ്പിയാക്കളിൽ പ്രമുഖനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാന്റെ ബൈത്തുള്ള എന്ന കഅബാലയത്തിന്റെ പണി നിർമ്മിച്ച് പൂർത്തിയായ ഉടനെ എനിക്ക് സ്വർഗം തരണേ എന്നല്ല ദുആ ചെയ്തത്, എന്റെ പാവം പൊറുക്കണമേ എന്നല്ല ദുആ ചെയ്തത്, അല്ലാഹുവേ എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ടാണ് പള്ളിയിലെ ഇമാമെ 5 വക്ത് നിസ്കാരത്തിന്റെ ദുആന്റെ അവസാനവും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഏത് ചെറുതോ വലുതോമായ ഒരു സേവനമോ കാരുണ്യ പ്രവർത്തനമോ സ്വതക്കയോ നന്മയോ ചെയ്താൽ ഉടനെ തന്നെ മനസ്സിൽ നിന്ന് വരണം തഖബ്ബലല്ലാഹ്. സ്വീകരിച്ചാലല്ലേ ഗുണമുള്ളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ദുആ പ്രത്യേകം ഖുർആൻ എടുത്തു പറഞ്ഞു. ആ കഅബ പുനർനിർമ്മിച്ചത് പൂർത്തിയായപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചു പറഞ്ഞു. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചു പറയുന്നുണ്ട് അല്ലാഹു ഹജ്ജ് സൂറത്തിൽ കാണാം. വിശുദ്ധമായ കഅബാലയത്തിന്റെ പണി പൂർത്തിയായപ്പോ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയാം. ഹജ്ജ് സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഓ ഇബ്രാഹിം നബിയേ, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, കഅബാലയത്തിന്റെ പണി പൂർത്തിയായല്ലോ, ഇനി ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുക, വിളിക്കുക ജനങ്ങളെ, ലോക ജനങ്ങളെ മുഴുവനും ഹജ്ജ് ചെയ്യാൻ വേണ്ടി വിളിക്കുക, വിളംബരം നടത്തുക. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വാഹനത്തിലായും നടന്നിട്ടായും വിദൂര ഭാഗങ്ങളിൽ നിന്ന് അവർ ഇവിടേക്ക് വരും, അങ്ങയുടെ അടുത്തേക്ക് വരും, ഈ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് അവർ വരും, വിളിക്കുക. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞു. ഒരു ചർച്ച പറയുന്നുണ്ട്, എന്താണ്, എങ്ങനെയാണ് ഈ വിളി കേൾക്കുക? എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കി ഹജ്ജിന് വേണ്ടി അള്ളാന്റെ നിർദ്ദേശപ്രകാരം വിളംബരം നടത്തുമ്പോ ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് ആ വിളി കേൾക്കണം. എങ്ങനെയാണത് കേൾക്കുക? മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു നമാകാംക്ഷയോടെ കാത്തിരിക്കുന്ന വന്യരായ മിസ്ബാഹി ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ദൂരെ നിൽക്കുന്ന എല്ലാവരും സദസ്സിൽ വന്നിരുന്ന് സഹകരിക്കുക. നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും നിങ്ങളൊക്കെ വന്നിവിടെ ഇരിക്കുന്നതും മഹത്തായ സ്വലാത്ത് മജ്‌ലിസിന് വേണ്ടിയാണല്ലോ. ഞാൻ പറഞ്ഞ വിഷയം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ്. കഅബാലയത്തിന്റെ പണി പൂർത്തിയായതിന് ശേഷം അല്ലാഹു തആല ലോക ജനങ്ങളെ ആ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വിളംബരം നടത്തൂ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടി ലോക ജനങ്ങളെ ക്ഷണിക്കുകയാണ്. മുഫസ്സിരീങ്ങൾ അവിടെ വിശദീകരിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഫനാദാ അലാ ജബലി അബീ ഖുബൈസ്. ഈ വിളിക്കുന്നു പറഞ്ഞപ്പോ അബൂ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളെ വിളിച്ചു. യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും ബനാ ബൈതൻ. ഓ മാന്യ മഹാജനങ്ങളെ, ഓ ജനങ്ങളെ, ഇന്ന റബ്ബക്കും ബനാ ബൈതൻ വഔജബ അലൈക്കുമുൽ ഹജ്ജ ഇലൈഹി ഫഅജീബു റബ്ബക്കും. ഇതാ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഈ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് വരിക. വൽതഫത ബിവജ്ഹിഹി യമീനൻ വശിമാലൻ വശർഖൻ വഗർബാ. 4 ഭാഗങ്ങളിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും തിരിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടിയുള്ള വിളിയാളം നടത്തി. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഫഅജാബഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉത്തരം നൽകി. ആരാ ഉത്തരം നൽകിയത്?
ഫഅജാബഹു കുല്ല മൻ കതബ ലഹു അൻ യഹുജ്ജ. ആരെല്ലാം ഹജ്ജ് ചെയ്യാൻ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടോ അവർ മുഴുവനും ആ സമയം തന്നെ അവർ ഉത്തരം ചെയ്തിട്ടുണ്ട്. എവിടെ? മിൻ അസ്ലാബിർ റിജാലി വ അർഹാമിൽ ഉമ്മഹാത്ത്. പുരുഷന്മാരെ മുതുകിൽ നിന്നും ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ അന്ന് തന്നെ ആ സമയത്ത് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കുമ്പോ ഉത്തരം ചെയ്തിട്ടുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമാ ഹജ്ജ ഇൻസാനുൻ വലാ യഹുജ്ജു അഹദുൻ ഹത്താ തഖൂമ അസ്സാഅ ഇല്ലാ വഖദ് അസ്മഅഹു ദാലികൻ നിദാ. ലോകത്ത് ആരെല്ലാം ഖിയാമത്ത് നാൾ വരെ വിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് എത്തി ഹജ്ജ് ചെയ്യുന്നുണ്ടോ അവർ മുഴുവനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഹജ്ജിന് വേണ്ടി വിളിച്ചപ്പോ ആ വിളിക്ക് ഉത്തരം ചെയ്തവരാണവർ. അല്ലാഹു തആല അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം തവാഫ്, സഈ, ജംറ, അറഫ, മുസ്ദലിഫ, മിന, മനോഹരമായി ഒരുപാട് പുണ്യങ്ങൾ വാരി വിതറുന്ന ഒരുപാട് ശ്രേഷ്ഠതകളുള്ള പരിശുദ്ധമായ ഒരുപാട് മണ്ണുകൾ. അറഫ അതിനെ നിങ്ങൾക്ക് വിശദീകരിച്ച് തീർക്കാൻ കഴിയില്ല. ലക്ഷക്കണക്കിൽ അംബിയാക്കളും ഔലിയാക്കളും പാദസ്പർശം കൊണ്ട് പുളകിതമായ വിശുദ്ധമായ ഹജ്ജിന്റെ ചുറ്റുഭാഗ പരിസര പ്രദേശങ്ങളെല്ലാം അടുത്ത മാസം വരുമ്പോ ജനലക്ഷങ്ങൾ അവിടെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാവുകയാണ്. അർഹമുർ റഹീമായ റബ്ബ് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ആ പുണ്യമേറിയ മണ്ണിൽ ചവിട്ടാനും ഇബാദത്തുകൾ ചെയ്യാനും ഇഖ്ലാസുള്ള ഹജ്ജ് പൂർത്തിയാക്കാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. നമാകാംക്ഷയോട് കാത്തുകൊണ്ടിരുന്ന ബഹുമാന്യരായ നൂർ മിസ്ബാഹി ഉസ്താദ് അവറുകൾ നേരത്തെ മഗ്രിബിന് തന്നെ ഇങ്ങോട്ടെത്തിയിട്ടുണ്ട്.